ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ എന്തായാലും തന്നെ കുറച്ചുകൊണ്ട് വിളിക്കാം. ഒരു ചെറിയ പണിയുണ്ട് ഇവിടെ. ശരി. അച്ഛനെ ഒരു കോംപ്രമൈസും വേണ്ട. അച്ഛൻ നല്ല ചാമ്പകട് ചാമ്പിക്കോ. സ്വന്തമായി എന്റെ ഇഷ്ടത്തിന് ചലിക്കാൻ കഴിയാത്ത കയ്യും കാലുള്ള ഞാന് എങ്ങനെ മറ്റുള്ളവർക്ക് സഹായിയാവും? ഞാൻ കേട്ടത് നിങ്ങളുടെ മരുമകൾ അത്യാവശ്യം ബോധമുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു കളക്ടറാണെന്നാണ്. ഇന്നിപ്പോ എനിക്കെന്റെ ജീവന് പോലും ഭീഷണി വന്നിരിക്കുന്ന സമയമാ. അല്ല, എന്തോടോ തനിക്ക് വല്ല പോലീസ് പ്രൊട്ടക്ഷനും വേണോ? ഇനി എനിക്ക് എന്ത് പ്രൊട്ടക്ഷൻ? എപ്പോ വിളിച്ചാലും മുകളിലേക്ക് പോവാൻ തയ്യാറായി നടക്കുന്ന എനിക്ക് കാക്കിപ്പടയുടെ സഹായോ? ബൂട്ടും കാക്കിയും കാണുമ്പോ വായിൽ നിറയുന്ന കട്ട ചോരയുടെയും പച്ച മാംസത്തിൽ കത്തി കൊണ്ട് വരയുന്ന ചിത്രവുമാണ് എന്റെ മുന്നിൽ. എന്റെ ജീവൻ എടുക്കാൻ നടന്നവരുടെ കൈകളിലോട്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ജീവൻ രക്ഷിക്കാൻ കൊടുക്കോടോ? പിന്നെന്തോടോ തന്റെ പ്രശ്നം? താൻ പറ. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. എന്റെ പ്രശ്നം പരുത്തിക്കുന്നിലെ പുറമ്പോക്ക് ഭൂമിയാണ്. ജാനകിയമ്മ റവന്യൂ മന്ത്രിയായിരുന്നപ്പോ പരുത്തിക്കുന്ന് കോളനിയിൽ പാവങ്ങൾക്കായി 1,00,000 വീട് കോളനിയെ അനുവദിച്ചുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ഭരണം മാറിക്കഴിഞ്ഞപ്പോ ആ സർക്കുലറും കാറ്റിൽ പറന്നു. അതിപ്പോ ഭരണത്തിൽ സ്വാധീനമുള്ളവരുടെ കൈവശം ഇരിക്കുക. അത് വീണ്ടെടുക്കണം. അത് വീണ്ടെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കണം. അത് നിങ്ങളുടെ മരുമകളെ കൊണ്ട് നടക്കും. അത് പറയാനാ ഞാൻ വന്നത്. ശാലിനി എന്റെ മരുമകളാ. ഞാൻ പറയുന്നതിന് എതിർവാക്കുകൾ പറയുകയില്ല. പക്ഷേ ഈ ജോലി സംബന്ധമായ കാര്യത്തിലേക്ക് ഞാൻ ഇന്നുവരെ ഇടപെട്ടിട്ടില്ല. അല്ല, അവിടെ ഉള്ളപ്പോഴേ താൻ ഒരു ദിവസം വരുന്നതായിരിക്കും അതിന്റെ ഒരു ശരിയേ. കാര്യങ്ങൾ നേരിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യക്തതയെ മറ്റാളുടെ ഇടയ്ക്കെന്ന് പറയുമ്പോൾ കിട്ടത്തില്ലല്ലോ. തനിക്കറിയാലോ, എന്റെ ശബ്ദവും ശക്തിയും പാവപ്പെട്ടവന്റെ അന്നം മുടക്കികൾക്ക് എതിരെയായിരുന്നു. ഒരു ചായക്ക് വേണ്ടിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയോ ഞാൻ എന്റെ അക്ഷരങ്ങളെ ബലി കൊടുക്കാറില്ല. ഇത്രയും കാലം നന്മയുടെ തിരി തെളിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ തെളിച്ച ആ തിരി അണയാതെ കൊണ്ടുപോവാൻ തന്റെ മരുമകൾക്ക് കഴിയും. തന്റെ മരുമകൾക്കേ കഴിയൂ. എന്നാ പിന്നെ ഞാൻ വരട്ടെ. അല്ല, ഒരു ചായ കുടിച്ചിട്ടും അതൊക്കെ ഇനി ആവാലോ. വളരെ പ്രതീക്ഷയോടെയാ ഞാൻ പോകുന്നത്. ശാലിനി വിഷ്ണു ഇടപെടും എന്നുള്ള പ്രതീക്ഷയോടെ. പോട്ടേടോ. ഒരിക്കൽ അഗ്നിയായിരുന്നു ഇയാളുടെ വാക്കുകൾ. പത്രസ്ഥാപനം ചുട്ട് ചാമ്പലാക്കിയെന്നറിയാൻ കഴിഞ്ഞു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇയാളുടെ തിരിച്ചുവരവാ. ഇപ്പൊ ഞാൻ ഭയക്കുന്നതും ഇയാളുടെ വരവ് തന്നെ. എടോ, താൻ എന്ത് കരുതി? മാരകായുധങ്ങൾ കാണിച്ചതിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കാമെന്നോ? അതെ, ഞങ്ങളിത് ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നും അല്ല. വർഷങ്ങൾ കുറേയായി ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതിനിടയിൽ കൊണ്ടും കൊടുത്തും തന്നെടോ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്.
എന്റെ ആശാനേ ഇപ്പൊ ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ നടക്കുന്നത് ഭൂകമ്പം. ആന കരിമ്പിൻ കാട്ടി കയറി മെതിക്കുന്നത് കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ലെങ്കിലേ ഇന്നിവിടെ കാണാം. നിന്റെ ഈ വണ്ടിയിലടക്കം ഇവിടുത്തെ സാധന സാമഗ്രികളടക്കം നിന്റെ ഈ ചുറ്റികടക്കം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയും. മര്യാദക്ക് പലിശയും മുതൽ തന്നാ വലിയ ഏനക്കേടില്ല കാര്യങ്ങൾ റെഡിയാക്കാം. ഇല്ലെങ്കിലേ ഇവിടെ രക്തപ്പുഴ ഒഴുകും. കേട്ടില്ലേ? രക്തപ്പുഴ. ആ കേൾക്കുന്നതേ ആശാന്റെ ജീപ്പിന്റെ സൈറനാ. നിന്റെയൊക്കെ അഹങ്കാരം ആശാൻ തീർത്തോളും. ഇന്ന് ഇവിടെ അടിയുടെ പെരുന്നാളാ. ഇന്ന് നിന്നെ ശരിയാക്കി തരാട്ടാ. എടാ നിന്നെയൊക്കെ ആശാനെ 3 മാസത്തെ പലിശ കുടിശ്ശിയുണ്ട്. ചോദിച്ചപ്പോ ചുറ്റിയെടുത്ത് കാണിക്കുക. അല്ല, മാരകാര്യങ്ങൾ എടുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കാനുള്ള പരിപാടിയാ. കേറി 2 അടി അടിച്ചിട്ട് നമുക്ക് കാശ് മേടിച്ചിട്ട് പോവാ ആശാനെ. ചെല്ലാശാനെ, ചന്ദ്രനാട്ട പൊട്ടിക്കാശാനെ. വിഷ്ണു, നീ ഇത് എവിടെയാ നിൽക്കുന്നേ? ഞാനേ ഇവിടെ ഒരു അടിയുടെ നടുവില. ഞാൻ തന്നെ അല്പനേരം കഴിഞ്ഞ് വിളിച്ചാ പോരെ? ആ ഓക്കെ, നീ ഫ്രീ ആകുമ്പോ വിളിച്ചാ മതി. ആ ശരി. ആ വരവിന്റെ പഞ്ചങ്ങോട്ട് പോയല്ലോ ഭഗവാനെ. അതെ ഇപ്പ വരും. ഞാൻ തന്നെ കുറച്ചുകൊണ്ട് വിളിക്കാം. ഒരു ചെറിയ പണിയുണ്ട് ഇവിടെ. ശരി. ആശാനെ ഒരു കോംപ്രമൈസും വേണ്ട. ആശാൻ നല്ല ചാമ്പങ്ങട് ചാമ്പിക്കോ.